ബിജു ചേട്ടാ, ഇപ്പം മലൈക്കോട്ടെ വാലിബൻ ആരാണ് അയാൾ? ഇപ്പം നമുക്കറിയാം, നൻപകൽ നേരത്ത് മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താൻ നേരത്ത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ ടൈമിൽ തന്നെ യൂസ് ചെയ്തൊരു ചിത്രമായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. ആ ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ആൻസർ. സൂചിപ്പിച്ചിരുന്നു ലാലേട്ടന്റെ ഇൻട്രോ കാണാൻ നേരത്ത് എന്താണ് അദ്ദേഹം ആ ചിത്രം തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക. കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും, അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത്. അപ്പം യഥാർത്ഥത്തിൽ ഈ മലൈക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇളക്കി മറിക്കുമോ? മമ്മൂക്ക എന്ന നടനെ അധികം ഒന്നും ഡയറക്റ്റ് ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത്, അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് പറയുന്നത്. മലൈക്കോട്ടെ വാലിബനിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കരയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ചിരികൾ മലയാളികൾക്ക് തരുന്ന ഒരു ആക്ടറാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തോടുള്ള അപ്രോച്ച് അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു ഇതിനകത്ത്. ഇതിലൊട്ടും തന്നെ ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല എന്നുള്ളതാണ്. സർപ്രൈസ് അല്ലേ? വരാൻ പോകുന്നത് ഫസ്റ്റ് ഹാഫ്, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ അതിലെ എന്തെങ്കിലും സത്യമുണ്ട്? ഇതിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ, നമ്മളോട് പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകൾ ഉണ്ടോ? നിലവിലില്ല. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടുറപ്പായിട്ടും നമുക്ക് പങ്കുവെക്കാവുന്ന സർപ്രൈസസ് ഉണ്ടെന്ന് വിചാരിക്കാം. അല്ല, നമ്മള് ഓൾഡ് സെഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു എന്താണ്, നമ്മളൊരു കഥയാണ് പറയുന്നത്. കഥ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നടക്കാം. ജോണർലെസ് ആണ്, അതുകൊണ്ട് ജോണർ എടുത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളൊരു ഒരു കെട്ടുകഥ, ഇപ്പോൾ നമ്മളൊരു അമർചിത്ര കഥ വായിക്കുന്നത് പോലെ ഒരു കഥയാണ്. അപ്പോൾ ആ കഥയ്ക്ക് നമ്മള് അതൊരു ത്രില്ലറാണ്, അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണർ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല, ആ കഥ പറയുക എന്നുള്ളതാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതല്ല, ആ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക. അതിനൊരു കാലം പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ടൈമും ഒരു നമുക്ക് പരിചയമുള്ള കോസ്റ്റ്യൂംസ്, പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളാണ് വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് ഈ കഥ നടക്കുന്നത്. ഒരു കഥയാണ്, അപ്പൊ അത് ഉറപ്പായിട്ടും പറയാം.